നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മളിന്ന് +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി ഒരു ഉറപ്പായിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രോബബിലിറ്റിയിലെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇതേപോലത്തെ ക്വസ്റ്റൻസുകൾ എക്സാമിന് ഉറപ്പായിട്ടും വരും. ഈ ചാപ്റ്ററിന് 7 മാർക്കോളം ഉണ്ട്. രണ്ടാമത് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് കൂടെ ഇത് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും നമുക്ക് അറിയത്തില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാം. If P of A equal 1/2, P of B equal 1/4. Find P of A intersection B. Find P of A complement intersection B complement. ആ വരെ കണ്ടവനെ കോംപ്ലിമെന്റ് എന്നാണ്. P of A യൂണിയൻ B. and ഈ കണ്ടീഷൻ ഉണ്ട് A and B are എന്താണ്? ഇൻഡിപെൻഡന്റ്. ഈ വേർഡ് ആണ് ഇതിനുള്ളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ വേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ഓക്കെ, ഈ വേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ നിങ്ങൾ ഇവിടെ നിന്നാണ് തുടക്കം. P of A intersection B ആണ് കേട്ടോ. നോക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ജയിക്കാൻ വേണ്ടിയാണ് എക്സാമിന് വേണ്ടി പോകുന്നത്. അത് ജയിക്കുക തന്നെ വേണം കേട്ടോ. ആ രീതിയിൽ കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് P of A intersection B equal to P of A into P of B എന്ന് നമുക്ക് എഴുതാം. എന്തുകൊണ്ടാ? എയും ബിയും എന്തായതുകൊണ്ടാ? ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ. എയും ബിയും ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്ത് P of A intersection B നമുക്ക് എങ്ങനെ എഴുതാം? P of A into P of B. That is equal to P of A എത്ര? 1/2 into P of B എത്ര? 1/4. ആൻസർ വരുമ്പോൾ 1 into 1 1, 2 into 4 8. അത്രയേ ഉള്ളൂ. അപ്പോൾ 1/8 കിട്ടിയല്ലോ. ഇത്ര ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. അത്രയേ ഉള്ളായിരുന്നു. രണ്ടാമത്തത് P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. P of A കോംപ്ലിമെന്റ് into P of B കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും നമുക്ക് ക്ലാസ് വേണമെങ്കിൽ ചെറിയ ദിവസത്തേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ചെറിയതായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെറുതായിട്ട് പഠിച്ച് എളുപ്പത്തിൽ ചെയ്യിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ P of A കോംപ്ലിമെന്റ് P of B കോംപ്ലിമെന്റ്. ദാറ്റ് ഈസ് P of A കോംപ്ലിമെന്റ് എങ്ങനെയാന്ന് നോക്കിക്കോണേ. 1 minus P of A എന്നാണ് കേട്ടോ. P of A കോംപ്ലിമെന്റ് പകരം ഒരു ബ്രാക്കറ്റ് ഇൻറ്റു P of B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 minus P of B എന്നുമാണ്. ഓക്കെ, അപ്പൊ P of A കോംപ്ലിമെന്റ് 1 minus P of A, P of B കോംപ്ലിമെന്റ് 1 minus P of B. That is equal to 1 minus P of A. P of A എത്ര മോനെ? 1/2. ഓക്കെ, 1 minus P of B എത്ര? 1/4. അത് മനസ്സിലായല്ലോ. അപ്പൊ 1 minus 1/2 into 1 minus 1/4. ഈ 1 minus 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോണേ, 1 minus 1/2. ഈ 1നെ ഒന്ന് 1/1 എന്ന് എഴുതി മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ 2 into 1 2 minus 1 into 1 1 by 1 into 2. ആൻസർ 2 minus 1 1 1/2 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ ആൾ ആരെ കിട്ടി? 1/2 into ഇനി 1 minus 1/4. 1 minus 1/4 എന്ന് പറയുമ്പോൾ അവിടെയും 1നെ 1/1 എന്ന് എഴുതി മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 4 into 1 4 minus 1 into 1 by 1 into 4 4. ആൻസർ ആരെ കിട്ടി? 3/4. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഫ്രാക്ഷൻ 3/4. അപ്പൊ 1/2 into 3/4 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടും മോനെ? 3/8. ഓക്കെ അല്ലേ? വളരെ ഈസി അല്ലയോ? ചെയ്യാൻ വളരെ ഈസിയാണ്. എക്സാമിന് ഇതൊക്കെ ചോദിച്ചാൽ 3-4 മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഉണ്ട് അല്ലേ? P of A യൂണിയൻ B. P of A യൂണിയൻ ബിക്ക് ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. P of A plus P of B minus P of A intersection B. ഇതാണ് ഫോർമുല ഫോർ ഫൈൻഡിങ് P of A യൂണിയൻ B. എല്ലാം നമ്മുടെ ഉണ്ട് മോനെ. P of A ഉണ്ടല്ലോ, P of B ഉണ്ടല്ലോ, P of A intersection B നമ്മൾ കണ്ടുപിടിച്ചല്ലോ. 1/8. അപ്പൊ അങ്ങോട്ട് അവിടോട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു P of A യുടെ വാല്യൂ 1/2, P of B യുടെ വാല്യൂ 1/4 മൈനസ് 1 എത്രയാണ്? 8. ആദ്യത്തെ രണ്ടുപേരെ നമുക്ക് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ആണ് ഇങ്ങനെ കേട്ടോ. 4 into 1 4 plus 2 into 1 2 by 2 into 4 എത്ര മോനെ? 8. ഓക്കെ അല്ലേ? ഇതെല്ലാം ഇപ്പൊ ചെയ്യാൻ അറിയാമല്ലോ. വളരെ ഇതിപ്പോ നമുക്ക് ഈ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ പാടാണ്. അത് നല്ല നിങ്ങളെ ഈ മെത്തേഡ് ചെയ്യണം കേട്ടോ. ഡെസിമൽ നമ്പർ ഒക്കെ ആണെങ്കിൽ കാൽക്കുലേറ്റർ അങ്ങ് ചെയ്തേക്കണം. ഇതിപ്പോ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. minus 1/8 നോക്കി എഴുതി. 4 plus 2 എത്ര മോനെ? 4 plus 2 6. 6/8 minus 1/8. ഈ രണ്ട് ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഒറ്റയടിക്ക് 8 അങ്ങ് എഴുതുക കേട്ടോ. 8 എന്നിട്ട് ന്യൂമറേറ്റർ മൈനസ് ചെയ്യുക. 6 minus 1. ആൻസർ 5/8. അത്രേ ഉള്ളൂ. എല്ലാം കിട്ടി.
ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, പഠിച്ചോളാം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് വേർഡ് ഏതാ മോനെ? ഇൻഡിപെൻഡന്റ്. ഈ വേർഡാണ് ഇങ്ങനെ ചെയ്യണം നമുക്ക് തോന്നിപ്പിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഇനിയും വരും, നിങ്ങളുടെ എക്സാം വരെ ഉണ്ടാവും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും പിന്നെ വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കിട്ടും. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, എല്ലാവരും ഉറപ്പായിട്ടും ജയിക്കുക. ഗുഡ് ബൈ.